എന്നാടക്കും ഓടോ താനെ? അതെ, നല്ല മഴയും തണുപ്പോ. അന്നേരം ഇങ്ങനെ പുറത്തിറങ്ങി ഇരിക്കുവായിരുന്നു. അന്നേരം ഇങ്ങനെ ആലോചിക്കുവായിരുന്നു, ഇനിയിപ്പൊ അടുത്ത വട്ടം ലീവ് കിട്ടുമ്പോ ചിലപ്പോ നമുക്ക് മഴ കാണത്തില്ല, ചിലപ്പോ ഇതുപോലത്തെ കാറ്റൊന്നും കണ്ട് തണുപ്പൊന്നും കണ്ടിരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുവായിരുന്നു, ഒരു 2-3 ദിവസത്തോടെ ലീവ് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. മഴ കാണാനാണോ? ഒരാഴ്ചയായിട്ട് ഫുള്ള് മഴയാ, അത് കണ്ടത് പോരെ. അതിൽ 2-3 മഴ ഞാൻ നനയുകയും ചെയ്തു, പർപ്പസ്ഫുള്ളി ചുമ്മാ നടന്നേ നനയുകയും ചെയ്തു. എന്നാലും പിന്നെ മഴ നനയാനായിട്ട് കാണാനായിട്ടൊക്കെ ഒരു കൊതിയല്ലേ. ഇതല്ലാടോ പാത്രമൊക്കെ പറിക്കൊണ്ട് വരണേ. ഇന്നത്തെ എന്റെ കാര്യത്തിന് തീരുമാനമായി എന്നാണ് ഈ കാണുന്നത് കേട്ടോ. കാപ്പിപ്പൊടി, ഉപ്പ്, ഷാമ്പു. നമ്മൾ ചേച്ചിയുടെ കാല് വെളുപ്പിക്കാൻ പോവുകയാണ്. ഇത്രയും വെളുത്തത് പോരാഞ്ഞിട്ടാണോ എനിക്കറിയത്തില്ല. നമ്മള് ചേച്ചിയുടെ കാലൊന്ന് പ്രെഡിക്യൂർ ചെയ്യാൻ പോവാണ്. അപ്പം അതിനുള്ള സ്ക്രബ്ബറിനുള്ള സാധനങ്ങളാണ് ഇത് 3. നാച്ചുറൽ ആയിട്ടാണ് കൊച്ചു പെഡിക്യൂർ ചെയ്തു തരുന്നത്. കഴിഞ്ഞ ദിവസം എന്നോട് ഇതുപോലെ ഇതേ സെയിം ഇതിലിരിക്കും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് മഴയൊക്കെ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഓടിപ്പോയിട്ട് കുറച്ച് ചൂടുവെള്ളവും, നല്ല ചൂടുള്ള ചൂടുവെള്ളവും, ഇത് 3 ഉപ്പും കാപ്പിപ്പൊടിയും ഷാമ്പുവും പാത്രവും എല്ലാം എടുത്തോണ്ട് വന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ അങ്ങ് ഇരുന്നു. ഞാൻ എന്റെ കാലും എടുത്തു വെച്ച് ഭയങ്കര പരിപാടിയാണ്. ഞാൻ പിന്നെ റീൽസ് കണ്ടോണ്ടിരുന്നോണ്ട് മൈൻഡ് ആക്കിയില്ല കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു, കാല് നല്ല ഉറയ്ക്കുന്ന ചൂടുവെള്ളത്തിലൊക്കെ ഇടുമ്പോ നല്ല രസമല്ലേ. ഞാൻ നല്ല സുഖം പിടിച്ചിരുന്ന് റീൽസ് ഒക്കെ കണ്ടു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, പൊന്നെ നീ കാലൊന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കേ, കമ്പയർ ചെയ്ത് നോക്കിയാൻ പറഞ്ഞു. നല്ല റിസൾട്ട് കേട്ടോ. അവള് തേച്ച് സ്ക്രബ് ചെയ്ത കാലും സ്ക്രബ് ചെയ്യാത്ത കാലും തമ്മിൽ നല്ല ഡിഫറൻസ്, നല്ലൊരു ഗ്ലോയിങ് ഫീൽ ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇത് സംഭവം സെറ്റാണല്ലോ, കൊള്ളാന്ന് പറഞ്ഞു കേട്ടോ. ഇന്ന് ഞാനിപ്പോ ഏതായാലും ലീവിന് പോവല്ലേ, ഞാൻ ഏതായാലും ചെന്ന് കഴിഞ്ഞ സലൂണിലൊന്ന് പോണം, ത്രെഡ് ചെയ്യുക, സ്പാ ചെയ്യുകയൊക്കെ ചെയ്യണം. പക്ഷെ ആളന്നേരം പറഞ്ഞു പെഡിക്യൂർ ഞാൻ ചെയ്ത് തന്നു വിടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഓക്കെ, വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇപ്പൊ ഏതായാലും ഞാൻ മഴയും മഞ്ഞും കണ്ടോണ്ടിരിക്കുക. എന്നാ പിന്നെ കൊച്ചു സെയിം പ്രോസസ് എല്ലാം പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, എന്നിട്ട് സ്ക്രബ് ചെയ്ത് തരാന്ന് പറഞ്ഞു കേട്ടോ. എന്നാ ഒരു ബ്രഷ് ഇല്ലേ, അതെവിടെ ഇരിപ്പുണ്ട്, അപ്പുറത്തിരിപ്പുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. ഒരാള് മഴയത്ത് പൊന്നൂന് ഇഞ്ചി പറിക്കാൻ പോയതാ കേട്ടോ. നീലയൊക്കെ കോട്ടൊക്കെ ഇട്ടുണ്ട്, നീല കോട്ട് ഇട്ടുണ്ട്. മുറ്റത്തോടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പോയി ചക്ക പറിച്ചോണ്ട് വന്നു, ചക്ക വെട്ടി തന്നു. അത് കുമ്പിളുണ്ടാക്കാൻ പഴം തപ്പിപ്പോയപ്പോ പഴം കിട്ടിയില്ല. പിന്നെ അത്യാവശ്യം മധുരം ഉണ്ട്, എന്നാലും കുമ്പിളുണ്ടാക്കാൻ പാകത്തിന് ആവി കയറ്റിട്ടുണ്ടാക്കാൻ തോന്നും. അപ്പൊ അത് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. പിന്നെ പച്ചച്ചക്ക കൊണ്ടുപോകാനായിട്ട് പച്ചച്ചക്ക വെട്ടി തന്നു. അന്നേരം എന്നോട് ചോദിച്ചു, നിനക്ക് ഇഞ്ചി കൊണ്ടുപോകാൻ വേണോന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഇഞ്ചി വേണോന്ന് പറഞ്ഞു. അന്നേരം ഇഞ്ചി പറിക്കാൻ പോയ പോക്കാണ് അത്. കോട്ടൊക്കെ ഇട്ടുണ്ട്, മഴ നനയാതെ. രാവിലെ തൊട്ടേ മഴ നനച്ചിലാവപ്പ. 2 ദിവസമായിട്ട് മഴ നനഞ്ഞ് നടക്കുവാണ് ഈ ഓരോ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നേരം കൊച്ചിന്റെ വർക്കിംഗ് ആരംഭിക്കാൻ പോവാ. അതിനെപ്പുറം ബ്രഷ് ഇട്ടോണ്ട് വരണം. ഇതെന്നാ കൊച്ചാ ചൂടുവെള്ളം 2 പാത്രത്തിലോ? 2 പാത്രത്തിൽ വേണേ, അതുകൊണ്ട് 2 പാത്രത്തിൽ എടുത്തു. കൊള്ളുവാന്നൊന്നും പറഞ്ഞേക്കല്ലേ. തിളച്ച വെള്ളം കൊണ്ടുവന്നിട്ട് അതിന്റെ അത് കാല് പിടിച്ച് മുക്കിയിട്ട് കൊള്ളു അത് പറയരുത്. അവിടെ നിന്ന് പൊസിഷൻ മാറ്റി ഇത് ഇവിടെ കൊണ്ടിരുത്തി. ഇപ്പൊ എന്ത് പറഞ്ഞാലും കേൾക്കുക എന്നുള്ളതാണ് എന്റെ ഏക ആശ്വാസം കേട്ടോ. കാരണം കാല് പിടിച്ച് ഇതൊക്കെ ചെയ്തു തരുന്നതല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പൊസിഷൻ മാറി, കാരണം അമ്മ അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോ അമ്മ മഴ നനയും. ഇതാകുമ്പോ അമ്മയ്ക്ക് തിണ്ണെ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൊസിഷൻ ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ തുടങ്ങുവാണോടോ? തുടങ്ങുവാണേ. എന്നാ ചേച്ചിയുടെ കാല് പിടിച്ചോ. അപ്പൊ ആദ്യം ഒരു ഇതെടുത്തിട്ടുണ്ട്. ഇതിന്റെ പേര് ബേസൻ. അതുപോലും അറിയത്തില്ല. മറ്റേ ബ്യൂട്ടി പാർലറിലൊക്കെ ബേസൻ ഒന്നും അല്ല, വേറെ ടബ് ഉണ്ടല്ലോ. നമ്മുടെ ടബ് ഇതാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഇതിനകത്തെടുത്ത് കാല് വെക്കാം. ഇപ്പൊ വെക്കല്ലേ, ഇപ്പൊ വെച്ചാൽ പൊള്ളുന്നതായിരിക്കും. നമ്മൾ ഈ വെള്ളം ഒഴിച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ചു. ഇപ്പൊ വെക്കല്ലേ, തിളച്ച വെള്ളം കൊണ്ടുവന്നിട്ട് ഈ വെള്ളം നമ്മളിവിടെ വെക്കും.
ഇനി ഇച്ചിരി വെള്ളം വേണേ എടുത്തോണ്ട് വരാം. ഇതിന് കുഴപ്പമുണ്ടോ? ചൂടാണോ? ഇച്ചിരി ചൂടാച്ചു കൊടുക്കാം കേട്ടോ. തിളച്ച വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു വെച്ചിട്ട് എന്നെ പുഴുങ്ങാൻ പോയിട്ടുണ്ട്. ഭയങ്കര തിളച്ച വെള്ളം കേട്ടോ. ഒത്തിരി ചൂടാന്ന് പറഞ്ഞപ്പോത്തന്നെ മുക്കി വെച്ചെന്ന് ചോദിച്ചാ വെച്ചെന്ന് പറയാം കേട്ടോ. അയ്യോ കൊച്ചു കേട്ടു. നമുക്ക് വേണേ ഇച്ചിരി വെള്ളം ഒഴിക്കാതെ. എനിക്ക് പോകാനുള്ളതാ കേട്ടോ. പൊള്ളിച്ച് വെച്ച് കഴിഞ്ഞാ പണി പാടുവേ. ഇത് മതി കേട്ടോ. ഇനി അടുത്ത നമ്മള് സാധാ ഉപ്പോ കല്ലുപ്പോ ഏത് വേണേലും ഇടാം. ചൂടുവെള്ളത്തിനകത്ത് ചെറിയ നമുക്ക് കാല് മുക്കാൻ പറ്റുന്ന അത്ര ഉള്ള ചൂട് മതി കേട്ടോ. അതിനകത്ത് എനിക്ക് കൈയളവാ വെള്ളത്തിനനുസരിച്ചുള്ള ഉപ്പിടണം. എന്നിട്ട് അത് അലിക്കും. പിന്നെ ഷാമ്പു ഒഴിക്കണം. ചുമ്മാതല്ല, വരുമ്പോ 4 കുപ്പി ഷാമ്പു കൊണ്ടുവരുന്നത്. ഇത് ഇങ്ങനല്ലേ തീരുന്നത്? ഇപ്പൊ മനസ്സിലായ. മതി മതി ഇത്രേ കണ്ടോ? കണ്ടു. എന്നിട്ട് ഇങ്ങനെ ആ മുക്കിപ്പിടി. തിളച്ച വെള്ളത്തിനകത്ത് മുക്കിപ്പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കി പിടിക്കാൻ പറ്റുമോ? ഞാൻ എത്ര 7ാം ക്ലാസ്സിൽ പഠിക്കും, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു. നീ 6ൽ പഠിച്ചോണ്ടിരുന്നപ്പോഴാ മാളക്കുട്ടി ജനിച്ച അല്ലേ? അപ്പൊ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞാന് നോക്കുന്നതാ. തിന്നാനും കൊടുത്ത് കഥയും പറഞ്ഞ് പുറകെ നടന്ന് തോളിലൊക്കെ ഇട്ട് ഉറക്കി ചൂടൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ വളർത്തിയതാ. അപ്പൊ അതിന്റെയൊക്കെ ഉപകാരം ഇപ്പഴാ ഉണ്ടാകുന്നത്. ഇപ്പഴല്ലേ കൊച്ചു വലുതായത്. അതെ, ഇപ്പഴാ കൊച്ചു വലുതായി. ഇപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എന്റെ ഒരു ഇത്. പിന്നെ എല്ലാരും ഈ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഫസ്റ്റ് തുടച്ചിട്ട് റിമൂവ് ചെയ്തിട്ട്, അതായത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ട് നഖമൊക്കെ വെട്ടി ക്ലീൻ ആക്കി കൊടുക്കും കേട്ടോ. ഞാൻ ഈ 2 ദിവസം മുന്നെയാണ് ഇത് ചെയ്തു കൊടുത്ത് നഖം ഷേപ്പാക്കി നഖം എല്ലാം സെറ്റ് ആക്കിയിട്ട് നെയിൽ പോളിഷ് അടിച്ചു കൊടുത്തു. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ എല്ലാരും ഓർക്കും അയന്നെ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് പറഞ്ഞ. അപ്പൊ ചേച്ചി കാല് മുക്കി പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു സാധനം സെറ്റ് ആക്കാവേ. സ്ക്രബ്ബർ സെറ്റ് ആക്കാവേ. അതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉപ്പ് എടുത്തിട്ടുണ്ട്. കുക്കിംഗ് ചാനലാണോടോ ചെയ്യുന്നത്? അല്ലെ, നമ്മുടെ ആന്റിമാരോ ചേച്ചിമാരോ എന്റെ പ്രായമുള്ളവരോ ആരെങ്കിലും ചെയ്യുവാണെ ചെയ്യട്ടെ. ഉപ്പ് 2 കാലിൽ കൂടെ തേക്കാനായിട്ടുള്ള വേണം കേട്ടോ. അപ്പൊ അതിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ കല്ലുപ്പാണേ എടുത്തേ. കല്ലുപ്പില്ലെങ്കിൽ സാധാ ഉപ്പ് എടുക്കാം. പിന്നെ കാപ്പിപ്പൊടി. അപ്പം അമ്മയുടെ കാപ്പിപ്പൊടിയൊക്കെ എങ്ങനെയാ തീരുന്നതെന്ന് കണ്ടു. ഇപ്പൊ മനസ്സിലായി. ഇച്ചിരി കാപ്പി കുടിക്കാൻ പൊടിച്ചു വെച്ചാല് അതും തീർക്കും. അപ്പൊ ആ ഉപ്പിനും പിന്നെ 2 കാലിനും ആവശ്യമായുള്ള കാപ്പിപ്പൊടി എടുക്കണം കേട്ടാ. ഉപ്പിനും 2 കാലിനും, അതായത് നിന്റെ 2 കാല്. ഉപ്പിപ്പം വെള്ളത്തിൽ ഇട്ടല്ലോ, അതിനും കൂടെ ആവശ്യമായ കാപ്പിപ്പൊടി. കാപ്പിപ്പൊടി നല്ലൊരു സാധനമാണ് കേട്ടോ. ഇത് സ്ക്രബ് ഫേസില് സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ ചെയ്യുള്ളൂ. ഇത് എനിക്ക് സ്ക്രബ്ബർ അല്ലാതെ ചേച്ചി മേടിച്ചോണ്ട് തന്നിട്ടുണ്ട്. പൈനാപ്പിളിന്റെ അല്ല പപ്പായയുടെ. അപ്പം അത് വേണ്ട, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. എനിക്ക് ഓൾറെഡി ഉണ്ട്. ഇത് നമുക്ക് കാലേ ചെയ്യുന്നത്. അപ്പൊ ഒപ്പം കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിന്റെ അകത്തോട്ട് ഷാമ്പുവും കൂടെ ഒഴിക്കും കേട്ടോ. ഷാമ്പൂയിലാണ് നമ്മുടെ കളി മൊത്തം. ഉപ്പ്, കാപ്പിപ്പൊടി, ഷാമ്പു അല്ലേ? ഷാമ്പു ഒരു പാക്കറ്റ് കേട്ടോ. ഒത്തിരി ഒന്നുമില്ല. കൊണ്ടുവന്ന് കാണിച്ചേക്ക് അടുത്തിട്ട് കണ്ടോ. അപ്പൊ ഇത്ര എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അവിടെ ഇങ്ങനെ വെച്ചേക്കും. അവിടെ വെച്ചേക്കും. പിന്നെ നമ്മൾ നമ്മുടെ കാലിങ്ങനെ തേച്ച് കഴുകും. ഇക്കിളിയാക്കുകയൊക്കെ ചെയ്യും. അതാ ഞാൻ പറഞ്ഞേ. കഴിഞ്ഞ ദിവസം ഇവിടെ ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര ഇക്കിളി എടുക്കുവാണ്. സാധാരണ നമ്മള് സലൂണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇക്കിളി എടുക്കത്തില്ല. എടോ താനേ ഇക്കിളി എടുക്കത്തില്ല. അവര് നല്ല സ്മൂത്ത് ആയിട്ട് ചെയ്തു തരും. അവരെങ്ങനെ ഇട്ട് ഉരച്ചെന്ന് പറഞ്ഞാല് നമുക്ക് ഇത് ആകത്തില്ല, ഇക്കിളി എടുക്കത്തില്ല. പക്ഷെ മാളക്കുട്ടി കൈ പിടിക്കുമ്പോ എനിക്ക് ഇക്കിളി എടുക്കുക. ഞങ്ങൾ എടുക്കണത് 2 കൂടെ അഭ്യാസമായിരുന്നു കേട്ടോ. ഇനി ഇവളിങ്ങനെ ഇത് കൂട്ടുന്നതാ, ഇക്കിളി കൂട്ടുന്നതാ. അപ്പൊ ഇപ്പൊ ഒരു റോസ് കളറായല്ലേ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മുക്കി കഴിഞ്ഞപ്പോ. ഇത് കണ്ടോ,
റോസ് കളർ. അതെങ്ങനെയാ? പൊന്നിന്റെ കാര്യം ഈ പരുവത്തിലാക്കി കേട്ടോ. തിളച്ച വെള്ളത്തിൽ ഇട്ട് പുഴുങ്ങി എടുത്തു കഴിഞ്ഞാൽ റോസ് അല്ലടോ, ചുവപ്പ് കളറാകും. ഞാൻ റോസ് ഒക്കെ അടിച്ച് നല്ല സെറ്റാക്കി വെച്ചേക്കുന്നത്. റോസ് കളറ് കോട്ടക്സിന്റെ, പിന്നെ കാല് ബന്ധന്റെ കളറായിരിക്കും കൊച്ച റോസ്. ഒത്തിരി ചൂടൊന്നും അല്ല. അതെ, ഇപ്പൊ ചൂട് മാറി. പിന്നെ ഇങ്ങനെ സോപ്പും പോലെ വെള്ളവും ചേച്ചിയുടെ കയറാൻ പിടിക്കാനും രസമുണ്ട് കേട്ടോ. നമുക്ക് അറിയാതെ ഇക്കിളി കൂട്ടാനുള്ള ഒരു തര വരും. അപ്പൊ എന്റെ കൊച്ചിന്റെ കാല് ഇങ്ങനെ വരളട്ടല്ലേ, വരലുണ്ട് അല്ലേ? അങ്ങോട്ട് വളരട്ടെ. ഇനി ഇതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അപ്പൊ നമ്മള് അതെല്ലാം ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കും. ഈ വെള്ളത്തിന്റെ ആവശ്യമുണ്ട്, വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അന്നേരം നമ്മളത് പുറകോട്ട് വെക്കുക. പിന്നെ ഇത് വിട്ടിട്ട് സെറ്റ് ആവട്ടെ. പിന്നെ ഇത് നമ്മുടെ ബ്രഷ് സ്ഥിരം ഞാൻ പല്ല് വെച്ചോണ്ടിരുന്ന ബ്രഷ് ആയിരുന്നു നേരത്തെ, ഇപ്പോഴല്ല. അല്ല, ഞാനോർത്തേ ഇപ്പോഴും പല്ല് വെച്ചിട്ട് ഇടയ്ക്ക് കാലും കഴുകി അതിന് നാളെ പല്ലും തേക്കുന്നതാണോന്ന്. അല്ല, നേരത്തെ പല്ല് വെച്ചോണ്ടിരുന്നു. 1-2 തവണ തേച്ച് എനിക്ക് ബ്രഷ് ഒക്കെ സെറ്റ് ആയില്ല. അന്നേരം പിന്നെ ഞാൻ പുതിയ ബ്രഷ് മേടിച്ച് ഇതവിടെ അടക്കാതെ വെച്ചേക്കുമായിരുന്നു. അപ്പൊ ഇന്നലെ ഈ സംഭവം ചെയ്യാൻ തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ ഈ ബ്രഷ് എടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അന്നേരം ഇതുകൊണ്ടാണ് ഇതിന് പ്രത്യേകതരം ബ്രഷ് ഒക്കെ കാണൂലേ. ബ്രഷ് ഉണ്ട്. നമുക്ക് ഇപ്പൊ ഈ ബ്രഷേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഈ ബ്രഷ് വെച്ചങ്ങ് ചെയ്യും. പിന്നെ ഈ ഉപ്പൂറ്റിയുടെ മറ്റു സംഭവം കളയുന്നേ, കാലിന്റെ ഇവിടെ ഉരച്ച് കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതൊന്നും എന്റെ കയ്യിലില്ല, ഞാൻ അത്ര പോയൊന്നല്ല, പാവമാണ്. അതുകൊണ്ട് കൊച്ചു കൈ വെച്ചിട്ട് ഉറച്ച് കഴുകിയൊക്കെ തരും. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ നഖമൊന്നും വെട്ടുന്നൊന്നുമില്ല. നഖത്തിന്റെ ഇടയ്ക്കത്തെ ഇത് കളയാനായിട്ട് ഒരു സ്ലൈഡ് എടുത്തേക്കുന്നത്. സ്ലൈഡാ ഏറ്റവും എളുപ്പം കേട്ടോ ചെയ്യാനായിട്ട്. എനിക്കൊരു കൈപ്പാങ് അതാണ്, അതുകൊണ്ട് ഞാൻ സ്ലൈഡ് എടുത്തിട്ടുണ്ട്. എല്ലാം കഴിയുമ്പോ കാലവിടെ കണ്ടാ മതിയായിരുന്നു. കാലവിടെ കാണും. ഭയങ്കര സെൻസിറ്റീവ് എന്റെ കാല്. ഇത് മിക്കവാറും എല്ലാം കൂടെ പറിച്ച് കൈ തരും. ഇക്കിളിയാണോ? വേദനക്കാട്ടിലും കൂടുതൽ ഇക്കിളി. അവിടെ തെരിയല്ല കാല്. കാലിന്റെ ഇടയ്ക്ക് ഇവിടെ നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കളയുവാണേല് നല്ലതാ കേട്ടോ. ഇങ്ങനെ കളയണം. ഇങ്ങനെ വേണം. ഇത് നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് ശരിക്കും കളയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം നല്ല വൃത്തിക്ക് ചെയ്തു കൊടുത്തതാ കേട്ടോ. അപ്പൊ ഞാൻ അന്നേരം അമ്മ വീഡിയോ എടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പം എനിക്ക് അതിനുള്ള ഒരു ഇതില്ലായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ചേച്ചിക്ക് ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ല. ഞാൻ സ്വന്തമായിട്ടല്ലേ ചെയ്തേക്കുന്നത്. അപ്പൊ വേറൊരാൾക്ക് റിസൾട്ട് വരുമോന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഇനി വീഡിയോ എടുത്തിട്ട് പാളിപ്പോയാലും അതുകൊണ്ട് ഞാൻ ചെയ്തില്ല കേട്ടോ. എനിക്ക് ചെയ്തു തന്നായിരുന്നു കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. ഇതിൻ്റെ മാറ്റം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കൊച്ചു നല്ല വൃത്തിയായിട്ട് തന്നെ നഖമൊക്കെ ക്ലീനാക്കി ഉപ്പൂറ്റിയൊക്കെ തേച്ച് കഴുകി തന്ന് കാലൊക്കെ വൃത്തിയാക്കി എല്ലാം നല്ല സെറ്റാക്കി തന്നു കേട്ടോ. ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. 2 ദിവസത്തെ എൻ്റെ കാലിന് നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെയും ആ കാലും കൊണ്ട് കോഴിക്കൂട്ടിലും മൊയിലും കൂട്ടിലും ഒക്കെ പോകുന്നുണ്ട്. പഴയതുപോലെ തന്നെയായി. ഇങ്ങനെ കാര്യമുണ്ട്, ഈ കാല് വൃത്തിയാക്കുന്നതിനോടൊപ്പം എൻ്റെ കൈയും വൃത്തിയാകും. എനിക്ക് കണ്ടോ തന്റെ കാലം ഇക്കിളി കൂട്ടുമ്പോ എന്റെ കൈക്കും വൃത്തിയാകും. കൊച്ചന്തരം വൃത്തിയാക്കുന്നത് ഇങ്ങനെയാണ്. ചേച്ചിയുടെ നഖം എല്ലാം വൃത്തിയാക്കി. മറ്റേ ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 തവണ വെള്ളം എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് അരച്ചു പിന്നെ അടുത്ത വെള്ളത്തിൽ മുക്കി പിന്നെ അരച്ച് പിന്നെ അടുത്ത വെള്ളത്തിൽ മുക്കി. നമുക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ. 20 വെള്ളമൊന്നും ഇല്ല. നമ്മളിങ്ങനെ എളുപ്പപ്പണിയാ. എളുപ്പപ്പണിയില് നമ്മള് കാലൊന്ന് സെറ്റാക്കി എടുക്കും കേട്ടോ. പൊളിച്ച് ഞാൻ ഊരി എടുത്തോട്ടെ. ഒന്ന് തിരുമ്മിയിട്ട് ഒരു കൊലുസ് കൊണ്ട് പോയി. അതെ, അടുത്ത തിരുമ്മി അടുത്ത കൊലുസ് കൊണ്ട് പോകരുത് കേട്ടോ. കണ്ണ് വെച്ചിട്ടുണ്ട്. നമുക്ക് പയ്യ ഊരി എടുക്കാം. സോപ്പും വെള്ളം മുട്ടുമ്പോ പയ്യ ഊരിക്ക് വരും. അപ്പൊ ഇങ്ങനെ പയ്യെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നല്ലൊരു മോയിസ്ചറൈസർ ക്രീമും കൂടെ തേച്ച് കഴിയുമ്പോ കാലങ്ങ് സെറ്റ് ആവും കേട്ടോ. ഈ കാലം നല്ല വെളുത്ത സുന്ദര കാലൊക്കെയാണ്.
പക്ഷെ അരച്ചാൽ നീളമേ ഉള്ളു കേട്ടോ. വലിയ വലിപ്പമുള്ള കാലൊന്നുമല്ല, അതുകൊണ്ട് എളുപ്പമില്ലേ? അതുകൊണ്ട് എളുപ്പമുണ്ട്, പിടിച്ചിട്ട് നിക്കുന്നില്ല കയ്യില്. എന്റെ ഉരുളൻ കാലാ കേട്ടോ, എന്റെ ഉരുളൻ കാലുമാണ്. അത് നമ്മുടെ ശാന്തപ്പച്ചിയുടെ കാലൊക്കെയാ കിട്ടിയേക്കുന്നത് അല്ലേ? അതെ അതെ. പപ്പാടെ രണ്ടാമത്തെ പെങ്ങളുടെ കാലൊക്കെയാ കിട്ടിയേക്കുന്നത്. കാരണം അച്ഛമ്മയുടെ കാലും ഇങ്ങനത്തെ, അച്ഛമ്മയുടെ കാലും ഒക്കെ ഇങ്ങനത്തെ കാലം, ഉരുണ്ട കാലം. ഭയങ്കര കാറ്റും മഴ ഇതുണ്ടോ, ആടി ഒലയ്ക്കുവാണേ, ഒരു രക്ഷയില്ല കേട്ടോ. മഴയുടെ നോയ്സൊക്കെ കാണും, ക്ഷമിക്കണം. ഈ കാല് ഉടച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇത് ബേസിന് ചവിട്ടി പിടിച്ചോണം, എന്നിട്ട് ഇത് ഇവിടെ വെക്കണം. ഞാൻ പറയട്ടെ, ഇത് ചവിട്ടി പിടിക്കും, മനസ്സിലായോ? മനസ്സിലായല്ലേ? അപ്പൊ നമ്മൾ ഇത് മിക്സ് ആക്കുക, കണ്ടോ? മിക്സ് ആക്കുന്നേ, ഇങ്ങനെ മിക്സ് ആക്കും, കണ്ടോ? മിക്സ് ആക്കുന്ന കണ്ടോ? ഇങ്ങനെ എല്ലായിടവും മിക്സ് ആക്കിയിട്ട് തലത്തേക്കും. എല്ലാരും ഉറക്കും ഇതൊക്കെ റിസൾട്ട് കിട്ടുമോ, ഇതൊക്കെ ചുമ്മാതല്ലേ, വെറും കാപ്പിപ്പൊടിയല്ലേ എന്നൊക്കെ കണ്ടോ. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ കാറ്റാകട്ടോ, തേക്കുവാണേ. കയ്യേൽ ഇച്ചിരി കുറച്ചെടുത്തു. എവിടം വരെ വേണം? അത് മതി. മതിയോ? അമ്മയ്ക്ക് വേണോ? എനിക്ക് വേണ്ട, എനിക്ക് ഒത്തിരി പണികൾ കിടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ കാലും തേച്ച് കഴുകിക്കൊണ്ടിരിക്കാൻ നേരമില്ല. മാളു കുട്ടി കരണ്ടും ഇല്ല. ഇങ്ങനെ തേക്കും, എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കണം. ഇതുപോലെ തേച്ച് വെക്കും കേട്ടോ, കാലില് തേച്ച് വെക്കും. കണ്ടോ? ഹായ്, നല്ല കളറുള്ള കാര്യം. എന്നിട്ട് ഞങ്ങള് ഇതൊരു 10 മിനിറ്റ് വെച്ചിട്ട് കാണിക്കാം. അന്നേരം 2 കാലേലും കൊച്ച് അതും ഇതും എല്ലാം വാരി തേച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. എന്നാണ്ടൊക്കെ ഓടി നടക്കുന്നത്, കാലെ കൂടെ മുഴു നുളയുന്ന മാതിരി. ഈ ഉപ്പ് ഇങ്ങനെ ഒഴുകുന്നതാ കേട്ടോ. ഹായ്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും. എന്റെ കാലം ആദ്യം ചെയ്ത് നോക്കും വർക്കാകുമോന്ന്. വർക്കായാൽ എല്ലാവർക്കും ചെയ്തു കൊടുക്കും, വർക്കായില്ല ചെയ്തു കൊടുക്കത്തില്ല. വീട്ടില് ഞാൻ ഈയിടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഫേസ് പാക്ക്, അതെല്ലാം ചേച്ചി വന്നപ്പോ ചെയ്തു കൊടുത്തു. പക്ഷെ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണേ എല്ലാം പരീക്ഷിക്കാറുണ്ട് എന്റെ മുഖത്ത്. ഇനി ചേച്ചി പോയി കഴിയുമ്പോ പരീക്ഷണം എന്റെ മുഖത്തായിരിക്കും. അല്ല, നമുക്ക് ഇപ്പൊ ഞാൻ ഈ വീട്ടിൽ ഇരിക്കുന്ന ടൈമിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പോ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. കോളേജിൽ പോകും, വൈകിട്ട് വരെ ചായ കുടിക്കും, കുളിക്കും, പഠിക്കാനുണ്ടെ പഠിക്കും, പിന്നെ ഉറങ്ങും. രാവിലെ ഇത് തന്നെ സ്ഥിരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. നമുക്ക് അതിനുള്ള ഒരു ടൈം, ആൾക്കാരെ കണ്ട് വർത്താനം പറയാൻ പോലും ഉള്ള ഒരു ടൈമില്ല. വരട്ടിയൊക്കെയാ കേട്ടോ. പൊന്നൂന് പേടിപ്പിച്ചിരുത്തിയാക്കുവാ. അപ്പൊ അടുത്തുണ്ടെന്ന് കാണിക്കോ. ഇങ്ങനെ വരയ്ക്കും. വേദന എടുക്കുന്നുണ്ടെ പറയണേ കേട്ടോ. വേദനിപ്പിക്കത്തൊന്നുമില്ല ഞാൻ ആരെയും. ഉണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എന്റെ പാദസരം പറഞ്ഞോണ്ട് പോകരുത്. അപ്പൊ ഇങ്ങനെ തേക്കും. അമ്മ ഒരു കാര്യം പറഞ്ഞാ വഴക്ക് പറയൂ അമ്മേ. എന്തായിരുന്നു? ഈ മാറ്റേ കുറച്ച് കാപ്പപ്പൊടി ഇട്ടുണ്ട്. മാറ്റെടുത്ത് മഴയത്തോട്ടിട്ട് നല്ലവണ്ണം തേച്ച് കഴുകിയിട്ട് ഉണക്കി ഇങ്ങോട്ട് എടുത്തിടുക. അടിപൊളി, നല്ല പോയി കഴിയുമ്പോഴും കൊച്ചിന് പണിയായി. അയ്യോ, അതൊക്കെ ഞാൻ സെറ്റാക്കി കൊടുക്കും കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ചെയ്യണം, ഒരയ്ക്കണം. ഇങ്ങനെ തേച്ച് തേച്ച് നമ്മളങ്ങ് വെളുപ്പിക്കും. ഇതാരാ പരിപാടിയാണോ കാലയില്? എന്റെ കൊച്ചു എന്നെ പിടിച്ച് തിളച്ച വെള്ളത്തിൽ മുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാ സംഭവം? സംഭവം എന്നാന്നൊക്കെ കണ്ടു. കാല് വൃത്തിയാക്കി ചെളിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെളുപ്പിച്ച് തരാന്ന്. ഒട്ടും വെളുക്കാത്ത കാലായതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പൊ ഞാൻ മുയലിന് തീറ്റ കൊടുത്തിട്ട് ഞാൻ വരാം. എന്തെങ്കിലും ക്ലീൻ ചെയ്യണേ. എന്റെ പൊന്നോ, നമ്മുടെ ഇവിടെയൊക്കെ കൂടുതൽ ചെളി വരുന്നേ. ചെളിയല്ല, ഒരു കറവല് പോലെ വരും കേട്ടോ കാലയില്. നമ്മള് ശ്രദ്ധിക്കണം നമ്മുടെ കാലിൽ. ഹയ്യമ്മ ഹയ്യമ്മ നല്ല സുഖമുണ്ട്. സുഖമല്ലേ? ഇരുന്നങ്ങ് കൊടുത്താ മതിയല്ലോ. അതെ, അത് നേരാ. ചുമ്മാ ഇരുന്നങ്ങ് കൊടുത്താ മതി കേട്ടോ. ഓ, ഇനി എന്നാ വേണം ചേച്ചിക്ക്? ഷാമ്പൂ ഒക്കെ ഇട്ട് കാല് കഴുകി വൃത്തിയാക്കി സേഫായിട്ട് വെച്ചോ കേട്ടോ. തുടച്ച് നമുക്ക് കാണിക്കാം. ഇതും കൂടെ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ, രണ്ട് കാലും കൂടെ. കഴിയാറായോ? തീർന്നു. അരമണിക്കൂറായി എന്നെ പിടിച്ച് ഇവിടുത്തെ ഇരുത്തിയിട്ട്. എനിക്കാണെങ്കിൽ പല പാക്കിങ് കിടക്കുന്നു, പല സാധനം പെറുക്കിയെടുക്കാൻ കിടക്കുന്നു. എടോ തീർന്നേ കേട്ടോ. പിന്നെ ഈ കാലിന്റെ ഇവിടെയൊക്കെ അരയ്ക്കണേ, ഇനി കല്ലേ പോയി അരയ്ക്കണം കേട്ടോ. അരച്ചോണം. അങ്ങനെയായോ? അത് അരയ്ക്കാനുള്ള സാധനം അയ്യോ, അത് തണുത്ത വെള്ളവാ. അത് തണുത്തോളാ. ആ ചേച്ചി ഇത്ര നേരം ചൂടുവെള്ളം ഒഴിച്ചോണ്ടിരുന്നോട്ടെ ഒരു സുഖത്തിന് അങ്ങനെ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ ഓരോ വിരളും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് അവസരം കിട്ടും, നമ്മള് മുതലാക്കാം. പിടിച്ച് ഒടിച്ച് കളയോ കൊച്ചേ? ആകപ്പാടെ ഇത്തിരി ഇല്ലാത്തൊരു കാല. അയ്യോ, സെറ്റാക്കി കേട്ടോ തൂത്ത്. എല്ലാരും പറയണം എന്റെ കൊച്ചിന്റെ കാല് വൃത്തിയായോ എന്ന് കേട്ടോ. കേട്ടോ എങ്ങനെയുണ്ട്? നല്ല വെളുത്തു കേട്ടോ. വെളുത്തല്ലേ? നല്ല സെറ്റായില്ലേ? ചുമന്ന് കൊടുത്ത്. ആ, നല്ല സെറ്റായി കേട്ടോ. ഇതാണ്. അപ്പൊ എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ. ഇതാണ്. ഒത്തിരി അങ്ങ് വലിയ ഇതാവുന്നൊന്നും ഞാൻ പറയത്തില്ല, എന്നാലും നമ്മുടെ കാലിൽ അത്യാവശ്യം നല്ല കാറയും കാര്യങ്ങളെല്ലാം പോകും കേട്ടോ. ഇതുണ്ടോ, നല്ലതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട്, കാരണം എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത്. ഒരിതുമില്ല, നമ്മൾ ചെയ്യല്ലോ. അത് നേരം. ആ, എന്നിട്ട് നമ്മള് ഇത് ചെയ്ത് കഴിയുമ്പോ കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീം ഏതാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതും കൂടെ തേച്ചാൽ മതി കേട്ടോ. ഇച്ചിരി ക്രീം എടുക്ക, ഇങ്ങനെ തേക്കുക. നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ടല്ലേ? മഴ തണുപ്പൊക്കെ പിടിച്ചേ ഇരുന്ന് കൊടുത്താ മതി, എല്ലാം ചെയ്തു തരും. അയ്യവ, സൂപ്പർ സൂപ്പർ സൂപ്പറായി കാല്. കാല് കാണുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? കാണുന്നുണ്ട്. വന്ന് കാണിച്ചു കൊടുക്ക്. കാലെങ്ങനെ നല്ല വൃത്തിയായോ? കണ്ടോ? ക്രീമും കൂടെ തേച്ചപ്പം കാലടിപൊളി സെറ്റായല്ലേ? ഇതൊക്കെ മറ്റേ കൊതുക് കുത്തിയിട്ട് വീർത്തിരിക്കുന്ന, ഞാനൊന്നും ചെയ്തതല്ല കേട്ടോ. ഇനി ഞാൻ വല്ലതും ചെയ്തതൊന്നും പറഞ്ഞേക്കല്ലേ. താങ്ക് യു. നല്ല സുഖം ഉണ്ടായിരുന്നു. ചൂട് വെള്ളത്തിൽ കാലൊക്കെ മുക്കി വെച്ച് വൃത്തിയാക്കി തന്നു. ഇനിയിപ്പോ ഏതായാലും എനിക്ക് ഒരാഴ്ചത്തേക്ക് ഇനി സലൂണിലൊന്നും പോകണ്ട അല്ലേ? നഖം കഴിഞ്ഞ ദിവസം സെറ്റാക്കി കൊടുത്തായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ വേണേ പോകുന്നതിന് മുന്നേ ഒന്നുകൂടെ വേണേ അടിച്ചു തരാം കേട്ടോ. കൈ ചെയ്യണോ? പോളിഷ് അല്ലേ? കൈ ചെയ്യണോ? ഓ വേണ്ടായേ. അരമണിക്കൂർ ഇരുന്നെ ചെയ്യണം, ഇതുവരെ മാറിയിട്ടില്ല. കൈ ചെയ്യണോന്ന് ചോദിച്ചപ്പോ വേണ്ടായത്. അയ്യോ, ഇതേ ചെയ്ത് കൊടുത്ത കേട്ടോ. അപ്പൊ എത്ര ഉള്ളു നമ്മുടെ പരിപാടി? ഇത്ര ഉള്ളു നമ്മുടെ പരിപാടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ചെയ്ത് നോക്കണം. അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെൽ ബട്ടൺ അടിച്ചടിക്കുക.